ബാക്ക് ഒരു അവാർഡ് നൈറ്റിനാണ് അരുൺ ചേട്ടൻ ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത്. അപ്പോൾ നേരിട്ട് കണ്ട് അരുൺ ചേട്ടനും വേറൊരു ആക്ടർ ഉണ്ടായിരുന്നു. അവരിങ്ങനെ ഒരു പ്രൊജക്റ്റും ഡിസ്കഷനൊക്കെ ആയിട്ടിരിക്കുക. അപ്പോൾ ഞാൻ അരുൺ ചേട്ടൻ വളരെ റാൻഡമായിട്ട് എപ്പോഴെങ്കിലും ഒരു സിനിമ ചെയ്യുമ്പോൾ എനിക്കൊരു ചാൻസ് തരണം എന്ന് പറഞ്ഞു. അതിന് കാരണം വേറൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളും ഫസ്റ്റ് കോക്ടെയിൽ മുതൽ 1/2 വരെയുള്ള എല്ലാ സിനിമയിലും അതിൽ മെയിൻ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ അതിനകത്ത് ആർട്ടിസ്റ്റുകൾ എല്ലാവരുടെയും ബെസ്റ്റ് പെർഫോമൻസ് അദ്ദേഹത്തിൻ്റെ കൂടെയാണ്. അത് എന്തുകൊണ്ടാണെന്ന് സിനിമ കാണുമ്പോൾ ഒരുപാട് ലൈക്ക് ആക്ടേഴ്സ് പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുണ്ട്. പക്ഷേ അതിൽ ക്ലീനായിട്ട് ഒരു ഡയറക്ടറിൻ്റെ ബാക്കപ്പ് ഉണ്ട് എന്ന് ഞാൻ ശരിക്കും കാറ്റിലാണ് മനസ്സിലാക്കിയത്. കാരണം വളരെ ഡീറ്റെയിലിംഗ് ആണ് അദ്ദേഹത്തിൻ്റെ ഓരോ നറേഷനും. നമ്മൾ ഒരു ഷോട്ടിന് നിൽക്കുമ്പോൾ പറഞ്ഞു തരുന്നത് മുതൽ ഇതിൻ്റെ ഫസ്റ്റ് സ്ക്രിപ്റ്റ്, ഇതിൻ്റെ ഒരു 1 ലൈൻ മുതൽ എനിക്കെല്ലാം അത്രയും ഒരു ഡീറ്റെയിൽ ക്യാരക്ടർ സ്കെച്ച് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കാറ്റിനോട് യെസ് പറഞ്ഞ എന്താണെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ അദ്ദേഹത്തിൻ്റെ സിനിമകളെല്ലാം എനിക്ക് ഇഷ്ടമുള്ളതാണ്. പിന്നെ അനന്തപത്മനാഭൻ്റെ സ്ക്രിപ്റ്റാണ്. പിന്നെ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡയറക്ടറിൻ്റെ കൂടെ ഞാൻ ഈ അടുത്ത കാലത്തൊന്നും വർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനും എനിക്ക് തോന്നുന്നു ഒരു ലാസ്റ്റ് 3 വർഷമായിട്ട് എല്ലാം പുതിയ ആളുകളുടെ കൂടെ തന്നെയാണ് വർക്ക് ചെയ്തത്, അൺലെസ് കുറച്ച് ഗസ്റ്റ് റോൾ ചെയ്ത സിനിമകൾ ഒഴികെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിനകത്ത് നോ പറയേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നു.